നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ വളരെയേറെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പല വ്യത്യസ്തങ്ങളായ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം വേണ്ടുന്നത് ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കാണ് ആക്ച്വലി ഈ ഒരാളുടെ ജനറലി ഉള്ള അപ്പിയറൻസിലും ബിഹേവിയറിലും ഒക്കെ ചേഞ്ച് വരുമ്പോൾ നോട്ടീസ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും മാർക്കേഴ്സൊക്കെ മനസ്സിലാക്കാനും അവരെ ബെറ്ററായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ തോട്ട്സ് പലപ്പോഴും ഒരു ടണൽഡ് വിഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ തന്നെ വളരെ നാരോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഒരു ഓപ്ഷനും ഇല്ല, നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ലൈഫിൻ്റെ ലാസ്റ്റാണ്, ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല എന്നുള്ള വളരെ ടൈറ്റായിട്ടുള്ള ടണൽഡ് ആയിട്ടുള്ള വിഷനിലേക്ക് അവർ വരുന്നത് കൊണ്ട് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് വളരെ ഡിറ്റർമിൻഡായിട്ട് തീരുമാനിച്ച് പ്ലാൻഡായിട്ടിരിക്കുന്ന ആൾക്കാരിൽ. പിന്നെ കൂടുതലും സെൽഫായിട്ട് അവർ തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഒരു ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാരാണ്. സൂയിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാരാണ് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രൊഫഷണൽ ഹെൽപ്പുകളൊക്കെ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും സൂയിസൈഡൽ പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തികളുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സാധ്യതയുള്ള ആൾക്കാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവരെന്താണ് നോട്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉറക്കക്കുറവുണ്ടാവുക, മുൻപ് ഒരു വ്യക്തി എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാതിരിക്കുക, സോഷ്യൽ വിഡ്രോവൽ. ഇപ്പം നമ്മളൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ നിന്നൊക്കെ മാറി വേറിട്ട് നിൽക്കുക അസാധാരണമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക, മൂഡ് ലോ ആയിട്ട് കാണുക, ഒരു കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, സംസാരം കുറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് മാറി താമസിക്കുക, ലോഡ്ജിലോ ഹോസ്റ്റലിലോ അങ്ങനെയൊക്കെ മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുക അകാരണമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്കൊരു കൺസേൺ, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ പല സൂയിസൈഡുകളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ ഫങ്ഷനിങ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാദർ, ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ ചിൽഡ്രൻ, അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസൊക്കെ കുറേ കൂടെ മെച്ചപ്പെടുത്തുകയും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ഫങ്ഷനിങ് ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് കുറയാനുള്ള സാധ്യതയാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ്, നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ബെറ്ററായി വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോ എക്കണോമിക് ഗ്രോത്തും ഹ്യൂമൻ ഡെവലപ്മെൻറ്റൊക്കെ വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ GDP ഒക്കെ വലിയ രീതിയിൽ കൂടുന്നുണ്ടെങ്കിലും പല വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പാരാമീറ്ററും വേണ്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കുറയുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാർട്ട് ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.